പിണറായി വിജയൻ രാഷ്ട്രീയം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്തായിരുന്നുവെന്ന് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ അജയ്യനായ നേതാവ്, സഖാവെന്ന് മനസ്സിൽ തട്ടി ഞങ്ങളൊക്കെ വിളിക്കുന്ന ഒരു നേതാവാണ് പി ജയരാജൻ സാർ. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടറിയാം പിണറായി വിജയൻ രാഷ്ട്രീയം തുടങ്ങുമ്പോൾ, പൊതുപ്രവർത്തനം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്തായിരുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിൽ വീണയുടെ കമ്പനി അല്ലാതെ മറ്റെന്തെങ്കിലും വരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്താണ്? അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിക്ക് 3.5 ലക്ഷം രൂപയാണ് മാസ വാടക. കണ്ടോൺമെന്റ് ഹൗസും AKS സെന്ററിലെ ഫ്ലാറ്റിനും പുറമെയാണ് ഈ 3.5 ലക്ഷം രൂപയുടെ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. 3 ദിവസമായിട്ട്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എനിക്ക് തോന്നുന്നു CMR നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് EDക്ക് കേസ് തുടരന്വേഷണം ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ശനി ഞായർ കാര്യങ്ങളൊക്കെ വളരെ സൈലൻ്റായിട്ട് ED അനങ്ങാതിരിക്കുന്നതല്ല, ED വളരെ നിശബ്ദമായിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ. SFIO ആണ് കമ്പനി ലോ പ്രകാരം ഈ കേസ് കമ്പനി ആക്ട് അനുസരിച്ചിട്ട്. അതിൽ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്ന വീണ 3-ാം പ്രതിയാണ്. SFIയുടെ കീഴിലുള്ള രേഖകളെല്ലാം ഹാജരാക്കാൻ ഇപ്പോൾ ED കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അല്ലേ. അത് ആവശ്യപ്പെട്ടു. കാരണം അവർക്ക് ഇനി വേറെ ഇത്രയും രേഖകൾ അത് പോയി കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട്, സമയം ലാഭിക്കാനായിട്ട് SFIയുടെ പക്കലുള്ള രേഖകൾ തങ്ങൾക്ക് ഔദ്യോഗികമായി കൈമാറണം. നിർണായകമായ രേഖകളാണ്. ശരിക്കും ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നത്? അതായത് ED നിശബ്ദമായാൽ ഈ കേസ്, അല്ലെങ്കിൽ ED അല്ലെങ്കിൽ ഷോൺ ജോർജ് നിശബ്ദമായാൽ ഈ കേസിൻ്റെ മറ്റ് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും മാധ്യമങ്ങൾക്ക് ലഭിക്കാത്ത ഒരവസ്ഥ അല്ലേ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഈ ED സൈലൻ്റ് ആയാൽ, ഷോൺ ജോർജ് സൈലൻ്റ് ആയാൽ തീരുന്നതല്ല ഈ കേസ്. കാരണം ഈ കേസ് ഇപ്പം ED ഇപ്പോൾ കൊച്ചിയിലെ PML കോടതി, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് PMLA കോടതിയിലാണ് സമീപിച്ചിരിക്കുന്നത്. ഇത് ഈ SFIO സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ 54 വാല്യങ്ങളിലായിട്ട് 134 രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ രേഖകൾ EDക്കും കൂടി കൈമാറണം എന്നാവശ്യപ്പെട്ടാണ് അവർ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കോടതി അപേക്ഷ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ഒരു ആക്ഷേപം ED ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടിട്ടാണല്ലോ കോടതി അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 2016 വീണയും CMRLുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. 2017 വീണയുടെ കമ്പനി എക്സാലോജിക്കും CMRLുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ഇവരുടെ സഹോദര സ്ഥാപനം CMRLൻ്റെ പണം കടം കൊടുക്കുന്ന അത് വീണയ്ക്ക് വായ്പ കൊടുത്തതിൻ്റെ രേഖകൾ, അതുപോലെ തന്നെ ആ വായ്പ തിരിച്ചടവ് ഏതാണ്ട് 4 ലക്ഷം രൂപ, അതിൽ 25 ലക്ഷം വീതം 2 തവണയായിട്ട് 50 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് ഔദ്യോഗിക രേഖകൾ. അല്ല, അതിലും കൂടുതൽ നൽകിയിട്ടുണ്ട് എന്ന ആക്ഷേപവും ആരോപണമൊക്കെ വേറെ ഉണ്ട്. അതിൽ 4 ലക്ഷം രൂപ വീണ തിരിച്ചടച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അതിൻ്റെ രേഖകൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 134 രേഖകൾ വാങ്ങുമ്പോൾ കോടതിയിൽ നിന്ന് അതിൻ്റെ പകർപ്പെടുക്കുമ്പോൾ, ഒന്നാമത് ഇത് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല, ഇത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടതേ ഉള്ളൂ. കോടതി ഇനി ഇത് കൃത്യമായിട്ട് വിശകലനം ചെയ്ത്, കോടതി ഇത് പഠിച്ചതിന് ശേഷം, ഇതിൻ്റെ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയുള്ളൂ. പക്ഷേ EDക്ക് അന്വേഷണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകളുടെ പകർപ്പ് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നത് അത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ CMRL കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. നിയമസഭയിൽ അല്ല, അത് CPM അങ്ങനെയാണെന്നേ. ഒരു സത്യം തിരിച്ചറിയാൻ അവർ കുറഞ്ഞത് ഒരു 20 വർഷം എടുക്കും. കാരണം 83 കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവർ പിന്നെ ഏതാണ്ട് 2003 ആയപ്പോഴാണ് കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ പകർപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ EDക്കൊരു ഗുണമുണ്ട്. ഈ പകർപ്പുകളിൽ SFIO അന്വേഷിച്ച് സമർപ്പിച്ചതാണല്ലോ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെടുത്ത രേഖകളാണ്, അവരുടെ കസ്റ്റഡിയിലുള്ള രേഖകളാണ്. ആ രേഖകൾ ആ ഏജൻസിയോട് നേരിട്ട് ചോദിച്ചു വാങ്ങാൻ
ഇ ഡിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇ ഡി കൃത്യമായിട്ട് അത് കോടതി വഴിയാവുമ്പോൾ അതിന് കുറച്ചുകൂടെ ആധികാരികതയും നിയമസാധുതയും കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ പകർപ്പ് വാങ്ങുന്നത്. മാത്രമല്ല SFIO അത് നേരിട്ട് ചോദിച്ചാൽ കൊടുക്കാനും സാധ്യതയില്ല. കാരണം അവരുടെ കേസിനെ അത് ബാധിക്കും. അത് കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചു. ഇപ്പം പോലീസ് അന്വേഷിച്ച് സമർപ്പിച്ചിരിക്കുന്ന ഒരു രേഖ നാളെ CBI അന്വേഷണം വരുമ്പോൾ CBIക്ക് അത് കോടതിയിൽ നിന്നേ വാങ്ങാൻ പറ്റൂ. നേരിട്ട് പോലീസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. മറിച്ച് പോലീസ് അന്വേഷിച്ച് സമർപ്പിക്കുന്നതിന് മുമ്പ് പോലീസിൻ്റെ അന്വേഷണം നേരെ CBI ഏൽപ്പിക്കുകയാണെങ്കിൽ പോലീസ് ഈ കേസ് ഡയറിയോടൊപ്പം എല്ലാ കാര്യങ്ങളും CBIക്ക് കൈമാറും. അല്ലെങ്കിൽ ഇടക്കാല റിപ്പോർട്ട് കോടതി കൊടുക്കാം. അതെ. അല്ല, ഇതിപ്പോ കോടതിയിൽ ഈ ഇവരുടെ കസ്റ്റഡിയിലുള്ള രേഖകളെല്ലാം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പകർപ്പാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ED. അതുകൊണ്ട് തന്നെ 134 രേഖകൾ 54 വാല്യങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സങ്കീർണമാണ് ഈ കേസ്. ഇത് വീണയെ എല്ലാ അർത്ഥത്തിലും പൂട്ടാൻ വേണ്ടിയിട്ടുള്ള നിലപാട് തന്നെയാണ്, നടപടി തന്നെയാണ് ED സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടം കൊണ്ട് അവസാനിക്കും? അതാണ് ചോദ്യം. താങ്കൾ ചോദിച്ചല്ലോ ഇത് എങ്ങോട്ടാണ് ഈ കേസ് പോകുന്നത്. ഇത് വളരെ കൃത്യമല്ലേ ഈ കേസ്? വീണ കീഴടങ്ങുമോ, വീണയെ അറസ്റ്റ് ചെയ്യുമോ, വീണയെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുമോ, ഇതൊന്നുമല്ല ഞാൻ അതിനകത്ത് കാണുന്ന ഒരു കാഴ്ച. കാരണം വീണയ്ക്ക് ഇത്രയും പണം CMRL എന്തിനു കൊടുത്തു? വീണയുമായിട്ട് അതും ഇങ്ങനൊരു കരാറുണ്ടാക്കി എന്തിനീ പണം കൊടുത്തു? ഈ കരാർ പ്രകാരമുള്ള സേവനം വീണ നൽകിയിട്ടുമില്ല. അത് വീണയുടെ ഈ എക്സാലോജിക്കിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരുടെ തന്നെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. CMRL പുറമേ 12ഓളം കമ്പനികളിൽ നിന്നും ഇതേപോലെ പണം വന്നിട്ടുണ്ട് എന്നുള്ള സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേവലം അത് സംസ്ഥാന IT-യുമായി ബന്ധപ്പെട്ട കമ്പനികളാണോ, വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള കമ്പനികളാണോ, അതോ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കമ്പനികളാണോ എന്നുള്ളത് അതിലേക്ക് വന്നിട്ടില്ല കാര്യങ്ങൾ. അല്ല, നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അറിഞ്ഞ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഈ എന്താ പറയുക, പ്രാഥമികമായി ലഭിക്കുന്ന ചില വിവരങ്ങളാണ്. അത് നമുക്കിപ്പോൾ എടുത്തു വെച്ച് അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു ബാത്റൂമിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് നമ്മൾ അവിടുത്തെ ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ, ബാത്റൂമിലേക്ക് ചെല്ലുമ്പോൾ 2 പൈപ്പ് കാണും അല്ലേ? നമ്മളപ്പോൾ 2 പൈപ്പും തുറന്നു നോക്കും. അല്ലാതെ ഒരു പൈപ്പ് എനിക്ക് വേണ്ട, ഒരു പൈപ്പ് മതി, നമ്മൾ 2 പൈപ്പും തുറന്നു നോക്കും അല്ലേ? ഏതിലാണ് തണുത്ത വെള്ളം, ഏതിലാണ് ചൂടുവെള്ളം? ഇതതുപോലെയാണ്. വീട്ടിൽ മുഖ്യമന്ത്രിയുണ്ട്, ടൂറിസം മന്ത്രിയുണ്ട്. അത് ശരിയാണ്, 2 പേരുണ്ട്. വീട്ടിൽ 2 മന്ത്രിമാരുണ്ട്. മന്ത്രിമാരായിരുന്ന 2 പേരുണ്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ ഇവിടെ ഇത് വീണയിൽ അന്വേഷണം ഒതുക്കാനാണോ? അല്ല, ഇത് വളരെ കൃത്യമായിട്ട് CMRL എന്തിന് ഈ പണം വീണയ്ക്ക് നൽകി? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അവിടെയാണ് ഞാൻ ഇല്ലെങ്കിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ED ഉദ്യോഗസ്ഥരെ പാർട്ടിക്കാരെ കൊണ്ട് ആക്രമിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ കയ്യേറ്റം ചെയ്യിക്കാൻ എന്തിന് ഈ ശ്രമം നടക്കും? ഈ വീണയുടെ കാര്യത്തിൽ വീണയെ വന്നു, ചോദ്യം ചെയ്തു, പോയി, കേസിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് വിചാരിച്ച പോലെ ഇതല്ല. ഇത് വളരെ കൃത്യമായിട്ട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മകളാണ് വീണ. അതാണ് വീണയ്ക്ക് പണം കിട്ടാനുള്ള കാരണം എന്ന് തുടക്കം തൊട്ട് SFIOയും EDയും ഒക്കെ ആരോപിക്കുന്നുണ്ട്. അവർ ചൂണ്ടിക്കാട്ടുന്ന വിഷയം അതാണ് ഇവിടുത്തെ അന്വേഷണം. പിണറായി വിജയനിലേക്ക് എത്തും. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ കേസിൽ വെള്ളം കുടിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ പിന്തുടർച്ചയായിട്ട് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ തന്നെ ഈ ഇൻഫ്ലുവൻഷ്യലായ വ്യക്തി ഹൈലി ഇൻഫ്ലുവൻഷ്യലായി. അപ്പോൾ പിന്നെ ഈ ഇടനിലക്കാരുടെ ചാൻസസും കൂടും, അവരുടെ സാധ്യതകൾ അല്ലേ, അവരുടെ സാധ്യതകളും അതിൽ കൂടുകയാണ്. അപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും ഈ കേസ് ഇതിപ്പോൾ നമ്മളറിയുന്നത് SFIOയുടെ അന്വേഷണത്തിന് വേണ്ടി ഷോൺ ജോർജ് മുന്നോട്ട് വരുമ്പോഴാണല്ലോ ഇത് പുറത്തു വരുന്നത്. അപ്പോൾ അതിന് മാത്രമല്ല ഈ പല ഏജൻസികളും വീണയെ ഇതിനോടകം ചോദ്യം ചെയ്ത് കഴിഞ്ഞു.
ഇതൊന്നും നമ്മൾ പുറത്തറിയുന്നത് പിന്നീടാണ്. ഇപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ SIT വിളിച്ച് ചോദ്യം ചെയ്ത് ആദ്യം 2 വട്ടം ചോദ്യം ചെയ്തത് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? 3-ാം വട്ടം ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴാണ് അല്ലേ? അത്രയും നാളത് മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചു. ആദ്യം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോയിട്ട് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. രണ്ടാമത് ഫോട്ടോസ് ചിത്രങ്ങൾ പറഞ്ഞ അത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്, എനിക്ക് ആരാണെന്ന് ഓർമ്മയില്ല. SITക്ക് ഇരട്ടി പണിയായി. ആദ്യം ഒന്ന് മൊഴി എടുത്തുകൊണ്ട് പോയി, അപ്പോഴത്തേക്ക് ഫോട്ടോ വരുന്നു, അപ്പോഴത്തേക്ക് അത് സമ്മതിക്കുന്നു, അപ്പോഴത്തേക്ക് അടുത്ത അപ്പോൾ ഒരു 2-3 സിറ്റിംഗ് ആയി SIT. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഈ വീണയുടെ കാര്യത്തിലും ഒക്കെ ഇങ്ങനെയാണെന്നേ. ഇത് കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങൾ പുറത്തു വരുന്നത് വളരെ കുറവാണ്. മാധ്യമങ്ങൾ വളരെ ജാഗ്രതയോടെ ഇതിൻ്റെ പുറകെ നടന്നിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ പുറത്ത് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് ഇത്രയും വൈകി? ED ഉൾപ്പെടെയുള്ളവരുടെ നടപടികൾ എന്തുകൊണ്ട് വൈകി എന്നൊരു ചോദ്യമുണ്ട്. അതിന് മറുപടി പറയേണ്ടത് അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. അത് വരട്ടെ, അതിന് നമുക്ക് മറുപടി കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇത് വീണയിൽ നിന്ന് അന്വേഷണം നേരെ പിണറായി വിജയനിലേക്ക് പോകും. വീണയിൽ നിന്നും വയലിനിലേക്ക്, മൃദംഗത്തിലേക്കാണോ? അത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഈ വേറെ പോകാൻ വഴിയില്ല. അല്ല, വേറെ ഒന്നുമില്ലെന്നേ. നേരെ അങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ 3-ാം പ്രതിയാണ് വീണ എന്ന SFIയുടെ ആ പ്രതിപട്ടികയിൽ മാറ്റം വരികയാണ്. മറ്റു പ്രതികൾ വീണ ചിലപ്പോൾ താഴോട്ട് പോയിട്ട് മറ്റു ചിലർ മുകളിലേക്ക് വന്നേക്കാം. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. 1-2 CMRലെ കർത്തയും മകനുമാണ്. അതെ. അല്ല, അത് സ്വാഭാവികമായിട്ടും പ്രതിപട്ടിക അങ്ങനെ വരുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ SFIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുകയാണ്. അത് ED കേസ്. ED അന്വേഷിക്കുന്നത് SFIO അന്വേഷിച്ച കേസല്ല. ED അന്വേഷിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ച കേസ് ഉൾപ്പെടെയാണ്. അതിന് കൃത്യമായിട്ട് 2-നും 2 മാനങ്ങളാണ്. പക്ഷേ ഇവിടെ കണ്ടെടുത്ത രേഖകൾ, ഇവർ കസ്റ്റഡിയിലെടുത്ത രേഖകളും തെളിവുകളുമൊക്കെ EDക്കും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ED അത് നിയമപരമായി കോടതി വഴി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കിട്ടുന്നതോടുകൂടി എൻ്റെ ഉദ്ദേശം, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ രേഖകൾ കിട്ടിയാൽ താമസം വിന വീണയ്ക്ക് സമൻസ് അയച്ചു. അങ്ങനെയാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതായത് വീണയ്ക്കും മറ്റു ചിലർക്കുമൊക്കെ സമൻസ് അയക്കാനുണ്ട്. ആ സമൻസ് അയക്കുന്നതിന് മുമ്പ് ഈ രേഖകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം EDക്ക് അറിയുന്നതാണ്. പക്ഷേ അതിനൊരു ഔദ്യോഗിക സ്വഭാവം വരണം. അതിന് നിയമപരമായ സാധുതയുണ്ടാകണം. ഈ പറഞ്ഞതുപോലെ ആധികാരികത വേണം. അല്ലാതെ വെറുതെ വീണയ്ക്കൊരു സമൻസ് അയച്ചു, വീണ എനിക്ക് ഹാജരാവാൻ സൗകര്യമില്ല എന്ന് മറുപടി കൊടുത്താൽ, കാരണം നിങ്ങൾ എന്തിന് ഹാജരാകണം എന്ന് പറയാൻ EDക്ക് കഴിയണമല്ലോ. വീട്ടിൽ കയറി കണ്ടിട്ട് പോയവരൊന്നും ചെയ്യില്ല. എങ്കിലും ഞാൻ പറഞ്ഞത്, ഒരു സമൻസ് വരുമ്പോൾ ഒരാൾ പറയണേ ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ എന്തിനു വരണം, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാമല്ലോ. അപ്പോഴാണല്ലോ ബലം പ്രയോഗിച്ച് അറസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി കൃത്യമായി പഴുതുകൾ അടച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ED ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ ഈ സമൻസ് ഇനി കൊടുക്കുമ്പോൾ ആ സമൻസിനകത്ത് പഴുതടച്ച സമൻസായിരിക്കും. നിങ്ങൾ എന്തിന് ഹാജരാകണം എന്ന് കൃത്യമായിട്ട് EDക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ രേഖകളും തെളിവുകളും EDയുടെ കൈവശമാണ്. അക്കൗണ്ടൊക്കെ ഫ്രീസായി കാണുമല്ലോ. അല്ല, അക്കൗണ്ട് ഫ്രീസായി 18.36 കോടി രൂപ 242 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുകെട്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നാളെ കൊണ്ട് അതിന്റെ നടപടികൾ പൂർത്തിയാകും എന്നാണ് തോന്നുന്നത്. അതിനകത്ത് വീണയുടെ ഒരു അക്കൗണ്ട് ഉണ്ട്, ഏതാണ്ട് 1.5 ലക്ഷം രൂപ എന്തോ അതിൽ കിടപ്പുണ്ട്. ആ പണവും കണ്ടുകെട്ടുന്നതിൽ. പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകർ വരാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ CPMന്റെ പാനൽ അഭിഭാഷകരാകും വീണയ്ക്ക് വേണ്ടി ഹാജരാകുക. അത് CMRന് വേണ്ടി ലൂത്ര അടക്കമാണ് ഹാജരായത് സുപ്രീം കോടതി. അല്ല, CMRലിന് തീർച്ചയായിട്ടും വലിയ മുന്തിയ വക്കീലന്മാരെ കൊണ്ടുവരാൻ കഴിയും. അല്ല, അവിടെയാണ് നേരത്തെ ഇതെല്ലാം സർക്കാർ ചെലവിൽ നടന്നുകൊണ്ടിരുന്നതാണ്. ഇനി അത് പറ്റില്ല. ഇനി സർക്കാർ ചെലവിൽ നടക്കും. ഇത്രയും കാലം KSIDC ഈ കേസിൽ CMRലിനും വീണയ്ക്കും ഒപ്പമായിരുന്നു, EDക്കെതിരായി. ഭരണം മാറി. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെയും മറ്റൊരു കാഴ്ചയുണ്ട്. വ്യവസായ വകുപ്പ് ഇപ്പോൾ ഭരിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ് അതിരിക്കുന്നത്. ഇദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. PK കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പം എത്ര ആഴത്തിലാണ്. അത് മാത്രമല്ല, കറുത്ത ആലുവയെ കിടന്ന് കരിമണ്ണിൽ കുഴിക്കാൻ തുടങ്ങി 2014 മുമ്പേ കുഴിച്ചതാണ്. പണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് കർത്തയ്ക്ക് ഇതിന്റെ ടെൻഡർ കിട്ടുന്നത്.
നിസ്സാരമല്ല. അന്ന് തൊട്ട്, അതായത് ഏതാണ്ട് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 90കളുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ 80കളുടെ അവസാനം മുതൽ ഈ കർത്തയും കരിമണലും വ്യവസായ വകുപ്പും ഒക്കെ ആയിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ED ഒരു 10 കൊല്ലം നമ്മൾ അന്ന് പറഞ്ഞല്ലോ, 10 കൊല്ലം അങ്ങോട്ടുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. മതിയോ? അല്ല, 10 കൊല്ലം ഇട്ട് അന്വേഷിക്കുന്നത് തന്നെ 2006 വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അപ്പോഴൊക്കെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ആ കസേരയിൽ ഇരിപ്പുണ്ട്. 2011-16 കാലത്ത് വ്യവസായ വകുപ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലായിരുന്നു. ഈ 2001-2006 കാലത്ത് പിന്നെ ഐസ്ക്രീം കേസിൽപ്പെട്ട് രാജിവെക്കുന്നത് വരെ വ്യവസായ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. പിന്നീടാണ് ഈ മറ്റേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ, ഇബ്രാഹിം കുഞ്ഞിൻ്റെ കയ്യിൽ അത് വരുന്നത്. അപ്പോൾ എന്തായാലും പഴുതടച്ച സമൻസ്, അതാണ് ED എന്ന് വെച്ചാൽ ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചാൽ കിട്ടരുത്. അതുപോലെ തന്നെ ഈ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമ്പോൾ നോട്ടീസ് വരുമല്ലോ കോടതി, അപ്പോൾ EDക്ക് പറയാം കൊടുക്കരുത്, ഇന്ന കാരണങ്ങളുണ്ട് ഇതിനകത്ത്. അതൊരു ഇത്. 2, കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യം മൂവ് ചെയ്താൽ ജാമ്യം കിട്ടാൻ എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കരുത്. ജാമ്യം കിട്ടുമായിരിക്കും, പക്ഷേ എളുപ്പത്തിൽ അത് കിട്ടാൻ സാധിക്കരുത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പഴുതടച്ച നീക്കമാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് വീണയല്ല, വീണയുടെ അച്ഛൻ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിലേക്ക് ഈ അന്വേഷണം എത്തും. കാരണം ആ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തി, അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. അതിലേക്ക് ED എത്തിച്ചേരും. അപ്പോൾ മാത്രമേ ഈ കേസിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരികയുള്ളൂ. അല്ലാതെ ഇത് കേവലം എക്സാലോജിക്കും CMRLും തമ്മിലുണ്ടാക്കിയ ഒരു കരാറോ, ആ കരാറിൻ്റെ പുറത്ത് നടത്തിയ നൽകാത്ത സേവനമോ, ആ നൽകാത്ത സേവനത്തിന് നൽകിയ പണമോ ഒന്നുമല്ല. അതിനൊക്കെ അപ്പുറത്ത് വേറെ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അത് പുറത്തു വരേണ്ടതുണ്ട്. അത് വരുമെന്ന് തന്നെ നമുക്ക് എന്തായാലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്ന PC ജോർജിൻ്റെ മകൻ, ആ ചെറുപ്പക്കാരൻ്റെ, അത് ഒരു വീണ വിജയനും പിണറായി വിജയനും വെച്ചൊരു ട്രാപ്പാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും SFIO ഈ കേസ് അന്വേഷിക്കാൻ ട്രാപ്പാണെങ്കിലും അല്ലെങ്കിലും ഷോൺ ജോർജ് കാണിച്ച ധൈര്യം, അതെ, ഈ കേസ് അന്വേഷിക്കാൻ നിമിത്തമായതും ഒരു ഹൈക്കോടതിയിലെ അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം ശക്തിയുക്തം SFIയെ സമീപിച്ചതും SFIO എന്ന ഒരു സ്ഥാപനം തന്നെ, അങ്ങനെ ഒരു ഏജൻസി ഉണ്ടെന്ന് തന്നെ മാലോകർ അറിഞ്ഞത് ഈ ഷോൺ ജോർജ്. എന്തായാലും ഷോൺ ജോർജ് ഇടയ്ക്കൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, ഒരു കേസിൽ പിണറായി പോലീസിന്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മക്കളുടെ ഫോൺ വരെ എടുത്തുകൊണ്ട് പോയി. അത്രമാത്രം ആ കുടുംബത്തെ വേട്ടയാടിയിട്ടുണ്ട് പിണറായി പോലീസ്. അത് സ്വാഭാവികമാണല്ലോ, അദ്ദേഹത്തിന് അറിയുന്ന കാര്യവും അതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. അത് പോലീസുകാരിലൂടെ അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ദിവസങ്ങളിൽ. അതെ, ഈ വീണയിൽ നിന്ന് അന്വേഷണം, വീണ തായ്ക്കണ്ടിയിൽ നിന്ന് അത് ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന PVയിലേക്ക് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് PKയിലേക്ക് പോകുമോ എന്നുള്ള. അതെ അതെ അതെ.